അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുന്നി ഷെബീർ വേൾഡ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നെയ്സ് പത്തിരിയാണ്. നെയ്സ് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. 230 ml കപ്പിലാണ് ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പൊടി എടുത്ത് മാറ്റി വെക്കാം. വെള്ളം ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം വെള്ളം ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ വെള്ളം വെട്ടി തിളക്കുന്നത് കാണാം. അപ്പോൾ മാറ്റി വെച്ച പൊടി അതിലോട്ട് ഇട്ട് കട്ട വരാത്ത രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിന് കുഴച്ചെടുക്കുക. നല്ലവണ്ണം കുഴക്കണം. കുഴക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പൊടി നല്ലവണ്ണം ചൂടുണ്ട്. ഒന്ന് ആറിയതിന് ശേഷം കുഴച്ചാലും മതി. കുഴച്ച് നല്ലവണ്ണം കുഴക്കണം. അപ്പോൾ കുഴച്ച് കഴിഞ്ഞാൽ പത്തിരി നല്ലവണ്ണം സോഫ്റ്റായിട്ട് കിട്ടും. കുഴച്ച് കഴിഞ്ഞ് ഓരോന്നും ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കാം. എനിക്ക് 18 ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ആ പൊടിയിൽ നിന്ന്. അതിൽ നിന്നും ഓരോന്നും എടുത്ത് പത്തിരി പ്രസ്സിൽ ഇട്ട് അമർത്തി പരത്തിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കിയതിന് ശേഷം പത്തിരി ചട്ടിയിലോട്ട് ഇടുക. 4-5 സെക്കൻഡിന് ശേഷം പത്തിരി മറിച്ചിടുക. വീണ്ടും 4-5 സെക്കൻഡിന് ശേഷം വീണ്ടും മറിച്ച് ഇട്ടു പൊള്ള വരുന്ന വരക്കും വെയിറ്റ് ചെയ്യാം. പൊള്ള വന്നതിന് ശേഷം വീണ്ടും അപ്പുറം മറിച്ചിടുക. അപ്പോൾ വീണ്ടും പൊള്ള വരും. നല്ലോണം പൊള്ളച്ച് വരും. അപ്പോൾ പത്തിരി പാകമായി എന്നുള്ളത് നമുക്ക് അറിയാം. അതിനുശേഷം അത് ഒരു പാത്രത്തിലോട്ട് വിയർപ്പ് പോണവർക്കും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് വെച്ച് മൂടി വെക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.